മോർണിംഗ് ഗൈസ്. ഇത് രാവിലെ തന്നെ എണീറ്റിവിടെ ഇരിപ്പുണ്ട്. രാവിലെ തന്നെ എന്ന് പറയുമ്പോൾ ഒരു 11 മണി. രാവിലെ എണീറ്റിട്ട് അതിന് കഴിഞ്ഞ 11 മണി. ഞാനിപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഓട്ടോ ഓടാൻ തുടങ്ങുവാണ്. വയ്യാത്തല്ലേ താമസിക്കണം. ഞാൻ പോകുക. ഞാൻ ഫ്രഷായി റെഡിയായിട്ട് ഇറങ്ങിയതാണ്. നമ്മുടെ യൂണിഫോമൊക്കെ ഇട്ട് അപ്പം നേരെ ഇനി ഓട്ടോ സ്റ്റാൻഡിലോട്ടാണ്. ഇവിടെ ഒരാൾ ഭയങ്കര കാറല്ലേ ഇവിടെ കിടന്നത്. ഞാൻ പോകുന്നോണ്ട് പോണ്ടെന്ന് പറഞ്ഞ കാറ് കണ്ട ഭയങ്കര കരച്ചിലാണ്. അപ്പം ഞാൻ നേരെ അടിയിലോട്ട് പോയി ഉച്ച നേരത്തെ പോയി ചായയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കഴിക്കാൻ വല്ലാണ് ഉണ്ടായിരുന്നത്. അപ്പം ഇന്ന് ജയിച്ചല്ലോ വല്ലാണ് ഉണ്ടാക്കിയത്. അപ്പം നേരെ അടിയിലോട്ട് പോകുന്നു ഗൈസ്. നേരെ അവിടെ പോയിട്ട് എന്താണെന്നുള്ള കാണിച്ചു തരാം. അപ്പോൾ ഗൈസ് ഇടിയപ്പം, ചായ, പൊട്ടാറ്റോ കറിയും നൂലപ്പൂ. അപ്പോൾ ചായ കുടിക്കാൻ ചായ ചൂടാക്കണം. കിഴങ്ങറിയും അപ്പമുണ്ട്, ഇടിയപ്പമുണ്ട്, പിന്നെ ചായയുണ്ട്. ഇതെല്ലാം കഴിച്ച് ദുവ പോയത്. ദുവാനെ കൊണ്ടാക്കാന്ന് വിളിച്ചപ്പം ദുവ മാമിച്ചീൻ്റെ കൂടെ പോയി. സമയമില്ല, അതുകൊണ്ട് പോയി. ദുവാ ജ്യൂസിന് മടിയൊക്കെ പിടിച്ചിരുന്നതാണ്. പക്ഷെ നടന്നില്ല. മാമിച്ച് വീണ്ടും വന്നു. രാവിലെ തന്നെ ഭയങ്കര വെയിൽ ഭയങ്കര അതെ നമുക്ക് രാവിലെ ആയിട്ടുള്ളൂ. അപ്പൊ ഏതായാലും കഴിച്ച് നമ്മൾ കഴിച്ചിട്ട് വരാം. കഴിച്ച് അപ്പോൾ ഓട്ടം പോകാൻ പോവുകയാണ്. കണ്ണാടി വെച്ചിരിക്കുന്ന തലേനെ എടുത്തിട്ടാണ് വെയിലടിക്കുക. അതുകൊണ്ടല്ലാണ്ട് ഷോ കാണിക്കാനൊന്നുമല്ല. എല്ലാവരും ഷോ കാണിക്കാൻ വേണ്ടി ഇരിക്കണം. അപ്പോൾ വണ്ടി എടുത്ത് ഓട്ടോ സ്റ്റാൻഡിലോട്ട് പോയിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ കാണിച്ചു തരാം. പോട്ടെ, ബൈ ബൈ. അപ്പോൾ ഗൈസ് ഞാൻ നമ്മുടെ സ്റ്റാൻഡിൽ വന്നിട്ടുണ്ട്. വെള്ളക്കിണർ സ്റ്റാൻഡിൽ. സജീറിക്ക് എന്തോ പണിയിലാണ്. അപ്പോൾ ഇത് പുതിയ ആരോ ഉണ്ടായിട്ടോ. ഭയങ്കര ചൂടായി പോണം. അടിച്ചിട്ട് സംസാരിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാനൊന്ന് അടിച്ചിട്ട് സംസാരിച്ചു. എന്നാൽ ഉഷ്ണമൊക്കെ ഇതിന്റെ പേരാണ് പുകച്ചിൽ. നല്ല പുകച്ചിലെന്നാണ് നമ്മൾ പറയുന്നത്. നല്ല പുകച്ചിലെന്നാണ് പറയുന്നത്. അന്തരീക്ഷമൊക്കെയുള്ള നല്ല അന്തരീക്ഷമാണ്. നല്ല കൂളിംഗാണ്. നല്ല തണുപ്പാണ്. നമ്മളെ കാശ്മീരിൽ നിൽക്കുന്ന ഒരു പ്രതീതിയാണ്. അപ്പോൾ അതുകൊണ്ട് മാറിക്കഴിഞ്ഞിട്ട് കാര്യങ്ങൾ തെറ്റാണ്. ജയ് ഭവാൻ. അപ്പോൾ നമ്മുടെ സ്റ്റാൻഡിൽ ഇപ്പോൾ ഒരു പുതിയൊരു ഓട്ടോ വന്നിട്ടുണ്ട്. പുതിയൊരു ഓട്ടോ എന്നാൽ നമ്മുടെ സ്റ്റാൻഡിലല്ലേ ഓടാൻ വേണ്ടി വന്നാൽ. അല്ലാണ്ട് ഞാനിൽപ്പെടെ 3 ഓട്ടോ ഉണ്ട്. അപ്പോൾ എന്തായാലും ഇവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ട് ഇനി ഇവിടുന്ന് എവിടെയെങ്കിലും പോകുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയാം എങ്ങോട്ടാണ് പോയെന്ന്. നമ്മുടെ ബുക്കിൽ നമ്പർ ചെയ്തട്ടെ. ഓട്ടോയുടെ നമ്പർ എഴുതിയില്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. നമ്മുടെ സ്റ്റാൻഡ് ആയതുകൊണ്ട് എങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടോ ഇനി വേറെ ആൾക്കാരൊക്കെ വന്നിട്ട് പിന്നെ ഞാനാണ് ഫസ്റ്റ്, ഞാനാണ് സെക്കൻഡ് എന്നൊക്കെ പറയും. നോ പ്രോബ്ലം. അപ്പോൾ എന്തായാലും വേറെ സ്റ്റാൻഡിലോട്ട് ഓണായി കാണിക്കണം. ബൈ ബൈ. ഹലോ ഗൈസ്, ഞാൻ വീട്ടിലോട്ട് വന്നായിരുന്നു. ചെറിയൊരു 2 ഓട്ടോ ഓടി. വെയിലടിച്ചിട്ടൊരു രക്ഷയില്ല. തലേനെടുത്തിട്ട് വയ്യ. ഞാൻ വിക്സൊക്കെ തേച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് വേറെ എവിടെയും പോയി ഇപ്പോൾ വീഡിയോ ഒന്നും എടുക്കില്ല. ഫോൺ വണ്ടിക്കകത്ത് കിടക്കുമായിരുന്നു. ഫോണൊന്നും എടുക്കാനുള്ളൊരു മൂഡില്ല. ഇപ്പോൾ വീട്ടിൽ അപ്പം ജസ്റ്റ് നമ്മൾ വ്ളോഗ് ചെയ്യുന്നതുകൊണ്ട് എല്ലാം കാണിക്കണമല്ലോ. അതുകൊണ്ട് എടുത്ത് കൊച്ചിനെ ഉറക്കിക്കൊണ്ടിരിക്കുന്നത്. കൊച്ചൊന്നും ഉറങ്ങുന്നില്ല. കൊച്ചിനെ ആട്ടിക്കൊണ്ടിരിക്കുക. എനിക്കാണെങ്കിൽ ഒരു ലക്ഷ്യമില്ലാത്ത തലയായിരുന്നു. അപ്പോൾ ഇനി ഏതായാലും കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തിട്ട് ഇറങ്ങുന്നുള്ളൂ. വെയിലൊക്കെ താന്നിട്ട് ഇറങ്ങാനുള്ളൂ. അപ്പോൾ കാണിച്ചില്ല. ഫുഡൊക്കെ കഴിക്കാൻ പോകുമ്പോൾ കാണിച്ചില്ല. അപ്പോൾ ഗൈസ് ഞാൻ മുഖമൊക്കെ കഴുകിയിട്ട് വന്നതാണ്. എന്താണ് ഈ താടിയിലൊക്കെ വെള്ളം കാണുന്നത്. മുഖമൊക്കെ കഴുകി കുറേ
കുറച്ച് നേരം കിടന്നുറങ്ങി. പിന്നെ അടിയിലോട്ട് ചോറ് കഴിക്കാൻ പോകുന്നു. ചോറ് കഴിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞ് നമ്മൾ റെസ്റ്റ് എടുത്തിട്ട് എടുത്തത്. ഭയങ്കര വെയിലും നല്ല തലവേദന. ജച്ചയുടെ ഇരുന്ന് വീഡിയോ എടുക്കുമായിരുന്നു. അപ്പം പിന്നെ അടിയിൽ ചോറിടാൻ വേണ്ടിയിട്ട് എന്തായാലും അടിയിലോട്ട് പോവുകയാണ്. ചോറ് കഴിക്കുന്നത് ഗൈസ്. ചോറിടുകയാണ്. കറി എന്താണ്? കറി മത്തിക്കറി, ബീട്രൂട്ട് തോരൻ. മത്തിക്കറി, ബീട്രൂട്ട് തോരൻ. ചോറിടുന്നത് തേങ്ങ അരച്ച മത്തിക്കറി, ബീട്രൂട്ട് തോരൻ. പിന്നെ ഫ്രൈ, മീൻ ഫ്രൈ. അച്ചാറ് എവിടേക്ക് ഇരിപ്പുണ്ട് ഗൈസ്. അവിടെ ഇതിനകത്ത് ഇരിപ്പുണ്ടോ ടേബിളിൽ. അപ്പോൾ എന്തായാലും ചോറ് ഇട്ടിട്ട് വരട്ടെ. അപ്പോൾ ഗൈസ് നമ്മൾ ചോറ് കഴിക്കാൻ പോകും ഗൈസ്. മത്തിക്കറി, മാങ്ങയിട്ട മത്തിക്കറി. ഇനി ഒരാഴ്ചത്തേക്ക് ഇവിടെ മാങ്ങയായിരിക്കും ഗൈസ്. നമുക്ക് ചിക്കൻ മാങ്ങയിട്ട മോര് കറി ആണ്. മാങ്ങയിട്ട മോര് കറി, മാങ്ങയിട്ട ബീട്രൂട്ട് തോരൻ. ഒരാഴ്ചത്തേക്ക് ഇനി മാങ്ങ കൊണ്ടുള്ള അറിയാം. വൈകിട്ട് ചായൻ്റെ കൂടെ കടിയെന്ന് തോന്നുന്നത് പഴുത്ത മാങ്ങ അരിഞ്ഞത്. മാങ്ങകളി ഇതേ മാങ്ങ അച്ചാറ് പറഞ്ഞില്ല. മൊത്തം മാങ്ങ കറിയാ. മാങ്ങ പായസം വരെ ഉണ്ട് വൈകിട്ട് നമുക്കിവിടെ. പഴുത്ത മാങ്ങ മാമ്പഴ പുളിശ്ശേരി. വൈകിട്ട് ചായനോടെ കടിക്കാൻ മാങ്ങ പൊരിച്ചത്. കപ്പ പുറത്തേക്കില്ല അതിനൊക്കെ മാങ്ങ പൊരിച്ചത്, മാങ്ങ വറുത്തത്. എന്നിട്ട് കുഴക്കണം. പിടിയൊക്കെ തരുന്നത് ഒന്ന് കാണിച്ചു തരാം. പക്ഷെ വയറുവേദന കൊച്ചിൻ മേലത്തോട്ട് ഭയങ്കര കരച്ചിലാണ് ഗൈസ്. എനിക്കും ഭയങ്കര തലവേദന. ഓടാൻ പോയിട്ട് 2 ഓട്ടം പോയിട്ട് തിരിച്ചിങ്ങോട്ട് വെയിലത്ത് നോക്കാൻ പോലും വയ്യ. കഴിച്ചിട്ട് വരാൻ മതി. പാലിട്ട് കാണിക്കുന്നത്. കിടക്കാൻ പോവോ? വേറെ രക്ഷയില്ല. തൊട്ടി കിടത്താൻ പോവും. തൊട്ടി കിടത്തി ഉറക്കാൻ പോണം. ഞാനും കുറച്ച് കിടക്കാൻ പോണം. കൊച്ചിനെ ഉറക്കുന്നു തൊട്ടിയിലിട്ട്. വയ്യാത്താണ്. വെയിലെല്ലാരെയും നല്ലതുപോലെ ബാധിക്കുന്നുണ്ട് കേട്ടോ. വെയില് ഭയങ്കര ചൂടാ കേട്ടോ. ഒരു രക്ഷില്ലാത്ത ചൂടാ. വെയിലാണ്. ഏസിയിലെ തണുപ്പിലിട്ടിരിക്കും. എന്നിട്ട് പോലും തണുപ്പ് കുറവാണ്. എന്നെ ഫസ്റ്റ് എടുത്തിട്ട് വരാം. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് കുളിച്ച് ഫ്രഷായിട്ടൊക്കെ വെളിയിലോട്ട് ഇറങ്ങിയതാണ്.
ഒരു കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ട് ഇറങ്ങിയത്. അപ്പോഴാണ് ഭയങ്കര കലാശക്കൊണ്ട് നടക്കുന്നത്. അപ്പോൾ അതുവഴിയൊന്നും പോകാൻ പറ്റുന്നില്ല, ഭയങ്കര തിരക്കാണ്. ഞങ്ങൾ ഇടവഴിയൊക്കെ കയറി പോകും. ഇത് നമ്മുടെ ബ്ലോഗർ ഭയ്യ. ഭയ്യാനെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ഫോളോ ചെയ്യുക. നമ്മുടെ ആലപ്പുഴയില് നമ്മുടെ ഫോളോ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. പേര് നെയിം പറ. नेम सुल्तान है मेरा। അപ്പോൾ എല്ലാവരും ഇതാക്കുക. ഇത് നമ്മുടെ സ്ഥിരം പയ്യ, നമ്മുടെ ഫാൻ ഭയ്യ. ഫാൻ പയ്യ. കലാശക്കൊട്ടൊക്കെ കഴിച്ചു. എല്ലാവരും തിരിച്ച് വീട്ടിലേക്കൊക്കെ പോവുകയാണ്. ബോട്ടാണ്, ബോട്ട്. ആരാണോ പോകുന്നത്? മുക്കുരു ഗൈസ് ചായ കുടിക്കുകയാണ് ഗൈസ്. മുക്കുരു 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 അതെന്താണ് മുക്കുരു എന്ന് പറയുന്ന പേര് വീണത്? അതെന്തുകൊണ്ടാണ് മുക്കുരു? അതെന്താണ് കാര്യം പറയുന്നത്? അല്ല ഇതൊക്കെ ഇനി പോസ്റ്റ് ആക്കാനുള്ള കണ്ടിട്ടില്ലേ ഇതിൽ? എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടായിരിക്കും ചിലപ്പോൾ, എന്തുവാണ് ഈ മുക്കുരു? അത് പറയാൻ പറ്റില്ല. കൊച്ചിലെ വീണത്. ചീട്ടിൽ കണ്ടിട്ടുണ്ടോ? ക്ലാവർ ചൂട് ചായയാണ് ഗൈസ്. കൈ പൊള്ളുന്ന മയില് പിടിക്ക് ഗൈസ്. ഞാൻ പാട്ട് പാടുമായിരുന്നു. പാട്ടില്ലേ? ചായ കുടിക്കണം ഗൈസ്. ചൂട് ചായ. കൊച്ചിന് ഭയങ്കര പ്രാക്കും. ഹായ് ഗൈസ്, അപ്പം നമ്മളിത് ബീച്ചിൻ്റെ അതിലെ കൂടെ പോവുകയാണ്. ഇന്നലെ നമ്മൾ വന്ന സമയം ശരിയല്ലാഞ്ഞത് കൊണ്ട് എന്താണ് അങ്ങനെയൊക്കെ ആയിരുന്നു. അതല്ല ഞാൻ ഇന്നലെ പറഞ്ഞത്, അവിടെയും പറക്കത്തൊട്ട് ഞാൻ ഇന്നലെ പറഞ്ഞായിരുന്നു. അപ്പോൾ ഇതേ നമ്മളെ വെള്ളച്ചാട്ടം സെറ്റായിട്ടുണ്ട്. നമുക്ക് അതുവഴി ഒന്ന് പോയി നോക്കാം എങ്ങനെയാണ് സംഭവം എന്നൊക്കെ നോക്കാം. ആലപ്പുഴ ബീച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ സംഭവമാണ്. ഇവിടെ അപ്പോൾ ഷിയ കപ്പലണ്ടി വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോകണം. ഷിയക്ക് പ്രോട്ടീൻ കുറവെന്നും പറഞ്ഞിട്ട് കപ്പലണ്ടി വാങ്ങിച്ചിട്ടാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നത്. പച്ച ലൈറ്റുള്ള വെള്ളക്കാണ്. അപ്പോൾ അത് പിങ്കും ബ്ലൂവും ആയിക്കുള്ള സംഭവം സെറ്റാണ്. നമുക്ക് നോക്കാം എന്താ സംഭവം എന്നൊക്കെ. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇപ്പോൾ വരുന്നത്. എനിക്ക് വരാൻ പറ്റുന്നില്ല, ഇതൊന്നും കാണാനുള്ള ഒരു ഇതല്ലായിരുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. കപ്പലുണ്ട് ഗൈസ്. അപ്പോൾ ഇത് അറിയാത്തവർക്കായിട്ട് നമ്മുടെ കപ്പലിൻ്റെ തൊട്ടടുത്ത് മ്യൂസിക് ഇത് പരണ്ട്. വെള്ളം കളിക്കുന്നുണ്ട്.
ഒരു കസിൻ വീട്ടിലോട്ട് വന്നത്. നമ്മുടെ ഒരു കസിൻ വന്നിട്ടുണ്ടായിരുന്നു. അവൻ വന്ന് കുറച്ചു നേരം അവനുമായിട്ടൊക്കെ വർത്താനം പറഞ്ഞുകൊണ്ടിരുന്നു. പക്ഷെ അതൊന്നും എടുത്തില്ലല്ലേടാ, എടുക്കണ്ടേ? അപ്പോൾ അവനുമായിട്ട് വർത്താനമൊക്കെ പറഞ്ഞ് കുറേ നേരം കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ കുറച്ച് നേരം കൊച്ചിനെയൊക്കെ ഉറക്കി, കൊച്ചുമായിട്ട് കുറച്ച് നേരം കളിച്ച് നമ്മൾ അത് കഴിഞ്ഞ് കൊച്ചിനെ ഉറക്കിയിട്ട് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിരിക്കുകയാണ്. നമ്മളിനി എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയില്ല. അപ്പം എന്താണ്, വെള്ളച്ചാട്ടമൊക്കെ കണ്ടു. പക്ഷെ വെള്ളച്ചാട്ടത്തിൽ നമ്മളിപ്പം പോകുന്നില്ല, കുറച്ച് കഴിഞ്ഞിട്ട്. ഭയങ്കര തിരക്കാണ്. കാര്യം പോവുകയാണെങ്കിൽ നമ്മൾ നമ്മുടെ ബബിൾ ബേബീനെയും നമ്മുടെ ദുവാ ബേബീനെയും ഒക്കെ കൊണ്ടേ പോകത്തുള്ളൂ. കാര്യം അവരും കൂടെ കാണട്ടെ. കിങ്ങിനെയും കൂടെ കൊണ്ടുപോകാം. അപ്പോൾ എന്തായാലും നമ്മൾ കുറച്ച് കൂടെ താമസിച്ചിട്ടേ പോകുന്നുള്ളൂ, കുറച്ച് കഴിയട്ടെ. എല്ലാവരുടെയും ഇടിയും തിരക്കും ഒക്കെ കുറച്ച് താമസിച്ചിട്ട് മീൻസ് ഇന്ന് രാത്രി 10 മണി കഴിഞ്ഞിട്ട് അങ്ങനെയല്ല, കുറച്ച് ദിവസങ്ങളൂടെ കഴിയട്ടെ. അതാകുമ്പോൾ തിരക്കുകളൊക്കെ കുറയും. അപ്പൊ അങ്ങനെ കുറച്ച് തിരക്കുകളൊക്കെ കുറഞ്ഞിട്ട് പോകും. ഓക്കെ, അങ്ങനെ വ്യക്തമാക്കി പറയൂ താങ്കൾ. അല്ലെങ്കിൽ ഞാനോടത്ത് കുറച്ച് താമസിച്ചിട്ട് വന്നു പറഞ്ഞപ്പോൾ ഞാനോടത്ത് കുറച്ചുകൂടെ താമസിച്ചിട്ട് പോകും. കുറച്ച് ദിവസങ്ങളൂടെ കഴിയും. ഓക്കെ ഇപ്പം അതാകുമ്പോൾ തിരക്കും കഴിവൊക്കെ കഴിയുമ്പം അവിടെ ഭയങ്കര ക്രൗഡായിരിക്കും. കുഞ്ഞുങ്ങളെയൊക്കെ കൊണ്ട് പോകുന്നില്ല, അപ്പം ഭയങ്കര ക്രൗഡായിരിക്കും. അപ്പൊ ഇതാകുമ്പോ പിന്നെ കുഴപ്പമില്ല, ഒരുപാട് ക്രൗഡ് ഇല്ലാത്ത സമയത്ത്. ഹിമാലയ ബേക്കറി ആണോ? ഓ, ഹിമാലയ. അപ്പൊ നമ്മുടെ നാട്ടിൽ പുതിയ ഹിമാലയ ബേക്കറി വന്നിട്ടുണ്ട്. കൊള്ളാലോ സംഭവം. ബേക്കറി പുതിയ ബേക്കറി. നമുക്ക് കയറാം. അപ്പൊ എന്തായാലും ഞങ്ങൾ കുട്ടിക്കണ്ടലിലേക്കാണോ പോകുന്നത്? നോക്കാം. ബണ്ണുണ്ടാവും, നോക്കാം. ക്രീം ബണ്ണ് എന്തോ ക്രീം ബണ്ണ് ഒരു അഡിക്റ്റ് ആയിട്ട് ഇഷ്ടമാണ് ക്രീം ബണ്ണ്. അപ്പൊ എന്തായാലും നമുക്ക് പോയി നോക്കാം. ഇന്ന് നമ്മൾ ഒരു 4 മണിയൊക്കെ ആയപ്പോൾ പോയായിരുന്നു കേട്ടോ. പക്ഷെ അവിടെ ക്രീം ബണ്ണി ഇല്ലായിരുന്നു. അതുകൊണ്ട് എന്തായാലും നോക്കട്ടെ. അപ്പോൾ നമ്മൾ പൂക്കായിൽ വന്ന്, പക്ഷെ ബട്ടർ ബണ്ണി വരുമായിരിക്കും എന്ന് പറഞ്ഞു. എന്തായാലും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ചായ കുടിക്കാൻ പോകും. നമ്മൾ അനിപ്പിനെയും കണ്ടിട്ടുണ്ട് ഷിയാള ചെയ്യാൻ. അപ്പം ചായ കുടിക്കുമ്പോൾ എല്ലാവരും കൂടെ ചായ കുടിക്കുന്നത്. ക്രീം ബണ്ണില്ല, ബണ്ണില്ല കേട്ടോ. അതുകൊണ്ട് നമുക്ക് ഭയങ്കര ബട്ടർ ബണ്ണില്ല, ഒരു വിഷയമാണ്. നമ്മളെന്തായാലും ചായയും ഇതും കുടിക്കാനായിട്ട് പോവുകയാണ്. കമ്പളിയൊക്കെ മറ്റേ ചാനലിനകത്തൊക്കെ അടിക്കിട്ടേക്കുന്നത് കഴിഞ്ഞ ഇവിടെ ഇടിച്ചില്ല വണ്ടി. അതിൻ്റെ ഭാഗത്ത് ഒരു തമിഴ്നാട് വണ്ടി ഒരു നമ്മളൊന്ന് കടയടച്ചിട്ട് വരാൻ നേരത്തെ കൊടുക്കുന്നുണ്ട് അവിടെ ഒരു. അപ്പോൾ അതേ നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ട് ഇപ്പോൾ ബണ്ണ് എടുക്കും. ഒരുപാട് അടിപൊളിയല്ലേ? മധുരം ഓവർ മധുരം ബട്ടർ ബൺ വെയിറ്റ് ചെയ്തിരുന്നിട്ട് ബണ്ണ് കിട്ടിയിട്ടുണ്ട്. ബട്ടർ കാണത്തുമില്ല, ഇല്ലാത്ത ബട്ടർ പേരിനുണ്ട് ബണ്ണ്. കഴിക്കട്ടെ എന്തായാലും. അപ്പോൾ നമ്മൾ പരിപാടി ബണ്ണൊക്കെ കഴിച്ച് 2 ബണ്ണ് പാഴ്സലൊക്കെ വാങ്ങിച്ച് നമ്മൾ ബീച്ചിലേക്ക് പോവുകയാണ്. ബീച്ചിലേക്കല്ല, നമ്മൾ ബീച്ചിലതിൽ ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. അപ്പം ഇങ്ങനെ പോവുകയാണ്. നല്ല ഫ്ലവർ ഷോ ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ഫ്ലവേഴ്സ്. അപ്പം നമ്മൾ വരും, കുറച്ച് നാൾ കഴിയുമ്പോൾ നമ്മൾ പിള്ളേരൊക്കെ ആയിട്ട് വന്ന് പോകും. ഇപ്പം സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഒരു കാണാൻ തോന്നുന്നുണ്ടോ അതിനകത്ത്? എനിക്കും ഇപ്പൊ കാണാനുള്ള ഒരു മൂഡില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര തിരക്ക്. എല്ലാവരും തിരക്കുള്ളവരൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് തിരക്കുള്ളവരൊക്കെ കണ്ട് മാറും. നന്നായിട്ട് കാണാനും പറ്റത്തില്ല. കൂട്ടം കൂടി നിൽക്കും എല്ലാവരും. നമുക്കൊന്നും വെള്ളത്തിൽ നനയാൻ പോലും പറ്റത്തില്ല. എല്ലാവരും തിങ്ങി നിൽക്കുക.
അപ്പൊ എന്താ ഈ നമ്മുടെ ആലപ്പുഴയിൽ തന്നെയല്ലേ, നമുക്ക് എപ്പോ വേണേലും പോയി കാണാമല്ലോ. എത്ര 12 മാസത്തേക്ക് ഉണ്ടെന്നൊക്കെ പറയുന്നു. 2 മാസം എന്തോ ഉണ്ടെന്നാ പറയുന്നത്. അപ്പൊ അതുവരെ നമുക്ക് സമയം ആവശ്യം ഇഷ്ടം പോലെ നമ്മൾ തൊട്ടടുത്ത് കിടക്കുന്നു. ഇഷ്ടം പോലെ നടന്നു വന്ന് കയറാന്നേ ഉള്ളൂ. നടന്നു വന്ന് കയറാവുന്നേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് സമാധാനത്തിൽ മതി. കാണേണ്ടവർ കണ്ടു കണ്ട് പോകും. അപ്പൊ എന്നാലും നമ്മളിത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. നമ്മൾ ഇനി എങ്ങോട്ടാടാ? വീട്ടിലേക്കാണോ? ഇനി വീട്ടിലോട്ട് പോകും. കാര്യം എനിക്ക് കുറേ എഡിറ്റ് ചെയ്യാനുണ്ട്. ഞാനൊരു 3 വീഡിയോ ഒക്കെ ഇനി എഡിറ്റ് ചെയ്ത് ഇടാനുണ്ട്. നിനക്കും എഡിറ്റ് ചെയ്യാനില്ലേ? അപ്പോൾ സമാധാനത്തിൽ ഇനി ഫുഡൊക്കെ കഴിച്ച് വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്ത് എന്തായാലും ഞാനിനി വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്തിട്ടേ കിടക്കത്തുള്ളൂ. കാര്യം ഒരുപാടുണ്ട്. ഇവിടെ കൂടി കിടക്കും. അപ്പം നമ്മൾ എന്തായാലും ഹായ് ഗൈസ്. അപ്പോൾ നമ്മൾ വീട്ടിൽ കയറാൻ നിന്ന സമയമാണ്. ഇപ്പോൾ മണി 10:30 കേട്ടോ. പോയില്ല. നമ്മൾ കുറേ നേരം കൂടെ കറങ്ങി. ഇപ്പോൾ 10:30 മണിയായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരെ വീട്ടിൽ ചോറും മീൻകറിയും ഒക്കെയാണ്. അപ്പോൾ ഷിയാടെ ഒരു കൂട്ടുകാരന് ഇതിൻ്റെ ബിരിയാണി, ഫ്രൈഡ് റൈസ്, ചിക്കൻ അങ്ങനത്തെ പരിപാടിയുണ്ട്. അപ്പം പുള്ളിക്കാരൻ വിളിച്ചിട്ട് പറഞ്ഞ് പെട്ടെന്ന് അങ്ങോട്ട് പോവാം, ഫ്രൈഡ് റൈസും ചിക്കനും ഉണ്ട്, പെട്ടെന്ന് വരാൻ പറയും. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ ഫ്രൈഡ് റൈസും ചിക്കനും വാങ്ങിക്കാനായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. വെറുതെ അല്ല കേട്ടോ, പൈസ കൊടുക്കണം. സ്നേഹത്തോടെ വിളിക്കും ഫുഡ് തരാമെന്ന് പറഞ്ഞു. പക്ഷെ പൈസ കാശ് മേടിച്ച് നമ്മൾ പറഞ്ഞിടും. അതാണ്. എന്നാലും പോയി നോക്കട്ടെ. ചിക്കനും ഫ്രൈഡ് റൈസും ചിക്കൻ കറിയും ചോറ്. ചിക്കൻ കറിയും ചോറ്. നെയ്ച്ചോറല്ല അല്ലേ, ഫ്രൈഡ് റൈസ്. അപ്പോൾ എന്തായാലും നമ്മൾ ഇവിടെ നിന്നാണ് വന്ന് വാങ്ങിക്കുന്നത്. സാധനമായിട്ട് തൃപ്തി നന്നിട്ടുണ്ട്. രാവിലെയൊക്കെ മുട്ടം ബഹളവും ജനങ്ങളൊക്കെ ഉള്ള നമ്മുടെ ആലപ്പുഴയിലെ മാർക്കറ്റ്, വൈശ്ശേരിയിലെ മാർക്കറ്റ്. ഇപ്പൊ നോക്കിക്കോ, ഒരു കുഞ്ഞോലില്ല, സൈലന്റ്. ഒരു വണ്ടി കൊണ്ടുവരാൻ എന്ത് പാടാണെന്ന് പറയും രാവിലെ ഇതിലേക്കൂടെ. ഇപ്പൊ ലോറി വരെ കൊണ്ടുപോകാം. നമുക്ക് ട്രെയിൻ ഓടിക്കാം എവിടെ വേണമെങ്കിൽ. ആരും ഒരു ശല്യത്തിനും ഇവിടുന്ന് നേരെ ഫ്ലൈറ്റ് നോക്കി കൊണ്ടുപോകാം. ഇവിടുന്ന് നേരെ ഓടിച്ച് വൈശ്ശേരി പാലത്തിൻ്റെ അവിടെ എത്തുമ്പോൾ ഫ്ലൈറ്റ് വന്നിട്ട് പോകും. അതുവരെ ഒരു ശല്യമില്ല അവിടെ. അങ്ങനെ നമ്മൾ ഫ്രൈഡ് റൈസും മേടിച്ച് പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട്. ചിക്കൻ ബിരിയാണിയാണ്. ഇന്നലെ മന്തി ആയതുകൊണ്ട് ബിരിയാണി വാങ്ങിക്കാം. ചിക്കൻ ബിരിയാണി ഇപ്പം അതിനായിട്ട് നമ്മൾ ഫ്രൈഡ് റൈസ് ചിക്കനായിട്ട് പോകുകയാണ്. എന്താ ഭയങ്കര നമ്മൾ പെട്ടെന്ന് ചോറ് ചെയ്യുന്നുണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ രണ്ടാക്കും കഴിച്ചിട്ട് വരാം. ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ റൂമിലോട്ട് വന്നിരിക്കുകയാണ്. കൊച്ചി കിടന്ന് ഭയങ്കര കരച്ചിൽ. അപ്പം നേരെ കൊച്ചിനെ തൊട്ടിയിലോട്ട് കൊണ്ടിട്ടിട്ട് നേരെ ആട്ടിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പം ഒന്നും പറയാനില്ല. കൊച്ചി കിടക്കുന്ന നിങ്ങളെ കാണിച്ചില്ല. ചിരിച്ചെന്ന് ചിച്ചെന്ന് ചിച്ച ചിച്ചെന്ന് കണ്ട വിഷയമാണ് ഗൈസ്. ഭയങ്കര വിഷയമാണ്. കിടന്ന് ഭയങ്കര കരച്ചിൽ. അങ്ങനെ നേരെ കൊണ്ട് തൊട്ടിലോട്ട് കിടത്തിയാണ്. കണ്ടോ, ഭയങ്കര ഡേഞ്ചറാണ്. ഇപ്പം കരയണ്ട. അങ്ങനെ ചോറ് കഴിക്കുന്ന വാക്കിന് ഇങ്ങോട്ട് വന്ന് തൊട്ടിലോട്ട് ഇട്ടിട്ട് ആട്ടിക്കൊണ്ടിരിക്കണ്ട. കരയാനുള്ള മൂടാണ്ട. ഭയങ്കര വിഷയമാണ് ഗൈസ്. ഭയങ്കര കരയരുത്. കരഞ്ഞടിച്ച് പൊട്ടിച്ചു കണ്ട ആട്ടട്ടെ ഗൈസ്. അപ്പോൾ കണ്ടില്ലേ, ഭയങ്കര കരച്ചിലാണ്. അപ്പം ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. നമ്മളെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റുള്ളവരിലോട്ട് എത്തണം. അതിനുവേണ്ടിയാണ് ഈ ഷെയർ ചെയ്യാൻ വേണ്ടി പറയുന്നത്. അപ്പോൾ സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് ടപ്പേന്ന് അടിച്ചു പൊട്ടിക്കുക. അപ്പം നമ്മൾ ഇനി ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കത്തുള്ളൂ. അപ്പം അടിപൊളി കാഴ്ചകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.